ഒരു ചട്ടി വെച്ചു. അങ്ങനെ ദേ ഇനി നമ്മളിടാൻ പോകുന്നത് ശകലം ഈ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് ഒരു ഫുള്ള് പണിഞ്ഞു. വേണ്ടേ ചോറും വളരെ സിമ്പിളാണ്. ഹായ് മച്ചാമാരെ, അപ്പം നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ച ആ ഒരു എന്താ പറയുക, ഒരു കിളിക്കോട് ഇന്നുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ പോയ സമയത്ത് നല്ല അടിപൊളി ചൂര കിട്ടി. അതിൻ്റെ ഒരു പുളിക്കറി, തേങ്ങ അരച്ചൊരു പുളിക്കറിയുണ്ട്. അത് എല്ലാം കൂടാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് വരാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ച ആ ഒരു എന്താ പറയുക, ഒരു കിളിക്കോട് ഇന്നുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ പോയ സമയത്ത് നല്ല അടിപൊളി ചൂര കിട്ടി. അതിൻ്റെ ഒരു പുളിക്കറി, തേങ്ങ അരച്ചൊരു പുളിക്കറിയുണ്ട്. അത് എല്ലാം കൂടാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് വരാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു കൂട് വരുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ. കൊള്ളാം, ഒറ്റ തൂണിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഏത് കിളിയാണ് ഇടുന്നത് എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കൂട്ടിലിടാൻ പറ്റുന്ന കിളികളെക്കുറിച്ച് അറിയാവുന്നവർ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കിളികളുടെ പേരുകൾ കണ്ട് തിരഞ്ഞെടുക്കുന്ന കിളികളെയായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. കൂടിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ചൂരക്കറി വെച്ചാലോ? ഈ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് ഈ ലുക്കായിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലുക്കും ആവും, പ്രത്യേക ഒരു വെളിച്ചെണ്ണയുടെ മണവും വരും. അങ്ങനെ അത്യാവശ്യം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണേ. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി. ഇനി നമ്മളിടാൻ പോകുന്നത് ശകലം മഞ്ഞപ്പൊടി. പിന്നെ നമ്മളിടാൻ പോകുന്നത് മഞ്ഞപ്പൊടി ഇട്ടമ്മ, അത് സ്പൂണിൻ്റെ വ്യത്യാസമായിരുന്നു. ഇതേതാ പൊടി? ഇതാണ് ഗൈസ് ഉലുവാപ്പൊടി. അടുക്കള കിടക്കുന്നുണ്ട്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. കൊച്ചൊക്കെ ഉള്ള വീട്ടിൽ പാത്രമൊക്കെ കഴിയാൻ സമയം എടുക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല അയ്യോ ചുമയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതേ വറുത്ത് മാറി. ഇനി ഇതെന്താ ചെയ്യുന്നത് മെയിൻ പറയൂ. അമ്മ കാണിക്കണ്ടേ? അതെന്താ അമ്മ കാണിക്കാത്ത? അമ്മയ്ക്ക് ഇനി ഒരുങ്ങണമായിരിക്കും. ഇനി ഇത് അരച്ചെടുക്കണം അല്ലയോ? ഓക്കെ, അപ്പോൾ അരച്ചിട്ട് വാ. ഒരു ചട്ടി വെച്ചു. ചട്ടി ചൂടായി. ഇതാണ്ടേ വെളിച്ചെണ്ണ. നമ്മൾ തോനെയും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടാൻ പോകുന്ന സാധനമാണ് മുളക്, കൊച്ചുള്ളി, കറിവേപ്പില, ഇഞ്ചി. ഇതെല്ലാം പറക്കി കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ. പോട്ടെ. ആ ഒരു ഗ്യാപ്പിൽ ഇത് കണ്ടോ, നമ്മുടെ കുടംപുളി ഇട്ടിട്ടുണ്ട്. വെച്ച് വെള്ളം ഒഴിച്ച് അമ്മ സെറ്റ് ചെയ്യണം. ഒഴിച്ച് ധൈര്യമായിട്ട് ഒഴിച്ച്. ഇവിടെ ആരെ ചോദിക്കാൻ? വറുത്തരച്ച തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഡ്രോ രണ്ടടിയും കഴിഞ്ഞ് നമ്മൾ ആ അരപ്പ് നമ്മുടെ ചട്ടിയിലോട്ടം ഒഴിച്ച്. ഇത് തിളയ്ക്കുന്നതിന് മുമ്പാണ് പിന്നെ മീനിടുന്നത് തിളച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മുടെ മീനൊക്കെ ആണ്ട് ഇവിടെ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറക്കാനാണേ. അങ്ങനെ കുടംപുളി കൂടി ഇടുകയാണ്. കുടംപുളിയുടെ കിടന്ന് വേണം ഒന്ന് തിളച്ചെടുക്കാൻ. ഉപ്പിട്ടായിരുന്നു അല്ലല്ലേ? യെസ് ഗൈസ്. അടുത്തതായി നമ്മൾ ഉപ്പാണ് ഇടുന്നത്. ഒരു 2-3 സ്പൂൺ വാരിയിട്, ചുമ്മാ അറിഞ്ഞു തന്നെ. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. തിളയ്ക്കുമ്പോൾ മീൻ പറക്കിടും. അതുവരേക്കും നമ്മുടെ കൂടിൻ്റെ പണിയും കാര്യങ്ങളും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ കേരച്ചൂര വാരിയിടുകയാണ്. ചൂരക്കറി എപ്പോഴും വറുത്തരച്ച് വെക്കുക, പുളിയും വെള്ളം വെക്കുക, ഇതാണ് ടേസ്റ്റ്. തേങ്ങ അരച്ച് വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ തയ്യാർ. ഇനി ഒന്ന് കടു വറക്കണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ പരിപാടി കാണിച്ചു തരാം. അതുണ്ടോ, ഈ ഒരു കൂട് ഫുള്ള് പണിഞ്ഞു. വേണ്ടേ പെയിൻ്റൊക്കെ അടിച്ചു. ഇവരൊക്കെ അങ്ങോട്ട് മാറ്റണം, കുറച്ച് വൃത്തിയാക്കൊണ്ട് കുറേ പണിയുണ്ട്.
പിന്നെ ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ കൂടെല്ലാം അലമ്പായി പോയെന്ന്, ഡോറെല്ലാം സെറ്റ് ഫിറ്റായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, തുറക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഡോറൊക്കെ തിന്ന് ഫുഡ് അടിച്ചൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ ഡോറ് ഇതും സെറ്റാണ്. ഇതിൻ്റെ വൃത്തിയാക്കൽ വീഡിയോ അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇച്ചിരി പണിയുണ്ട്, ഇത് മൊത്തവും വൃത്തിയാക്കണം, നല്ല പണിയാണ്. സോ ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ്. ഇതുണ്ട്, ഇതെല്ലാം ഓക്കെ ആയി. അപ്പോൾ എല്ലാ റൂമും 1, 2, 3 റൂമും വാതെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഓക്കെ. കുറേ ജാടമുണ്ടോ അവിടെ ഉള്ള കൊച്ചുകൊട്ടൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഇഞ്ചു നമുക്ക് വൃത്തിയാക്കാൻ നല്ല പണിയുണ്ട്, കാട് വരെ കിടക്കുവാണ്, നല്ല പണിയാണ്. അത് നമുക്ക് ഒരു ദിവസം തുടങ്ങാം. ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ഈ കൂടൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മളത് ഫുള്ള് കാണിക്കുന്നതാണ്. ഇനി ഇവരെ അങ്ങോട്ടാക്കണം, ഇന്നത്തെ ദിവസം ഇവിടെ കിടന്നോട്ടെ. അവർക്ക് ഫുഡും വെള്ളവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സോ ഈ റൂം നല്ല ബന്ധസ്ഥമായ റൂമാണ്, അവർക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗായ്സ്, ദേ നമ്മുടെ ചോരക്കറിയും ചോറും ഇത് വേറെ ലെവലാണ്. ടേസ്റ്റാണ്. ചാറ് മതി, വേറൊന്നും വേണ്ട. രക്ഷയില്ല, അത് വിടും. സോ നമ്മൾ പറയുന്നതൊന്നുമില്ല, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ചോരക്കറി വന്നപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ കിളിക്കൂടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇത്രയൊക്കെ നടന്നോളൂ ആ ഒരു കൂടിനകത്ത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയും വേറെ ഒന്നുമില്ല, നമുക്ക് മിക്സായിട്ട് വളർത്താൻ പറ്റിയത്. അത് മീൻസ് ഇപ്പം ജാവയും ഫിഞ്ചസും പറ്റത്തില്ല, ഒരു കൊത്തുവിടും. ലവ് ബേഴ്സും ജാവയും പറ്റത്തില്ല, ഒരു കൊത്തുവിടും. അങ്ങനെ മിക്സായിട്ട് ഇവരെ വളർത്താൻ പറ്റുന്ന കിളികളെ കുറിച്ച് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയത്തോട് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വിശേഷമായി മറ്റു വീഡിയോ കാണാം. ബൈ.